പിറ്റേന്ന് ഉച്ച വരെ കണ്ടിന്യൂ ആയിട്ട് ഓരോ ചായയും കട്ടൻ ചായയും കുടിച്ച് ഡ്രൈവർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് നമ്മൾ ഡെലിവറി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ചങ്കളെ KL10 മലപ്പുറം വണ്ടി ഉണ്ടോ, മലപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഉണ്ടോ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കലുണ്ട്. ഓൽക്കൊക്കെ വണ്ടി നല്ലൊരു വണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. KL10B B 1996. ഈ 1996 എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല. ഈ 96 ഡേറ്റ് ഓഫ് ബർത്തിലെ ആൾക്കാർക്കൊക്കെ ചിന്ത ഉണ്ടാവും, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണല്ലോ എന്നില്ല. അങ്ങനത്തെ പെട്ടെന്ന് പറ്റിയൊരു സാധനമാണ്. നമ്പർ നോക്കിക്കോളി, അടിപൊളി നമ്പറാണ്. അപ്പോൾ ഫാൻസി നമ്പറാണ്, അത് നോക്കിയിട്ട് മാത്രം എടുക്കേണ്ട. വണ്ടിൻ്റെ ക്വാളിറ്റി കൂടി നിങ്ങൾ മസ്റ്റായിട്ട് നോക്കണം. അപ്പോൾ വണ്ടിൻ്റെ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം പേപ്പർ ഭാഗം നമ്മൾ പറഞ്ഞുതരാം. 93 മോഡലാണ്. 93 മോഡൽ MDIൻ്റെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. 2029 വരെ ഫിറ്റ്നസ്സും ടാക്സും ഇൻഷൂറും എല്ലാം പേപ്പറൊക്കെ ഫുള്ളാണ്. മെക്കാനിക്കും ഫുള്ളാണ്. ചെറിയ കുറച്ച് വർക്ക് എടുക്കാണ്ട് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. കറക്റ്റ് വീഡിയോ ഫുള്ള് കാണണം, അടിച്ചു വിടരുത്, ഫുള്ള് കാണണം, എന്നാലും എനിക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നോക്കുകയാണില്ല, സ്റ്റോക്കാണ്, ഫുള്ള് സ്റ്റോക്കാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോണറ്റുമെന്ന് തുടങ്ങാം. ബോണറ്റാണ് ഇതിന് മെയിനായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്. പെയിൻറ്റിങ്ങിൽ അതായത് കുറച്ചിങ്ങനെ ഇരുന്നിട്ടാണോ ഇനി എന്തെങ്കിലും ചാടിയിട്ടാണോ ഒരു ചെറിയൊരു പതിയൊക്കെ ഉണ്ട്, കിട്ടണല്ലേ, ചെറിയൊരു പതിയൊക്കെ ഉണ്ട്. പിന്നെ അതേമാതിരി തന്നെ പൊട്ടിയിട്ട് ഇങ്ങനെ വിണ്ട് നിൽക്കുന്നുണ്ട്, വിണ്ട് കീറിയാൽ മതി. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കുക. ഈ ബോണറ്റ് ഒന്ന് പെയിൻ്റ് അടിക്കുക, പിന്നെ ഈ 2 ഫെൻഡർ ഒന്ന് പെയിൻ്റ് അടിക്കുക, പിന്നെ ഡിസ്ക് ഒന്ന് പെയിൻ്റ് അടിച്ച്, ഇങ്ങനെ ഈ ഒരു കാര്യം മാത്രം പെയിൻറ്റ്. വേണമെങ്കിൽ ഉൾഭാഗം ഒന്ന് പെയിൻ്റ് അടിച്ചാൽ. ഉൾഭാഗത്ത് തുരുമ്പില്ല കേട്ടോ, തുരുമ്പ് മേജറായിട്ടുള്ള തുരുമ്പ് കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി പക്കയാണ്. മടുകാടൊന്ന് കാണിച്ചു കൊടുത്താൽ മടുകാടൊക്കെ കാണുമ്പോൾ തന്നെ എനിക്കറിയാം വലിയ മേജർ തുരുമ്പോ കാര്യം ഒന്നുമില്ല. ഇതാ ഒരു മടുകാട്, ഇത് രണ്ടാമത്തെ മടുകാട് നോക്കിക്കോളി, കണ്ടോ. പിന്നെ റൗണ്ട് മടുകാടാണ്. അപ്പോൾ ഇതിനൊന്നൊരു മാർക്കറ്റ് കൂടുതലാണ് വണ്ടിക്ക്. അത് നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം, കാണുന്നവർക്കൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ജീപ്പിനെ പറ്റി. അപ്പോൾ നമുക്കതിൽ കൂടുതൽ പറയാനൊന്നുമില്ല. എന്നാലും നമ്മളടുത്ത് വരുന്നൊരു വണ്ടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതേമാതിരി ഫ്ലോർ ഭാഗം നോക്കി, അതായത് നമ്മൾ കാലിട്ട് ഇങ്ങനെ അരക്കൂലേ, ചവിട്ടൂലേ, ആ ചവിട്ടണ പെയിൻറ്റ് പൊയ്ക്കണമെന്നല്ലാതെ വേറെയുള്ള തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ സീറ്റ് നോർമൽ സീറ്റാണ്, അതായത് സ്റ്റോക്ക് കണ്ടീഷനിലൊക്കെ വരുന്ന നോർമൽ സീറ്റാണ്. മൊത്തം നോർമലാണ്, അത് സ്റ്റോക്ക് കണ്ടീഷനാണ് വണ്ടി. അപ്പോൾ സ്റ്റോക്കിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് പറയുകയാണ്. അതായത് ഇങ്ങോട്ടൊന്നും ഒരു കുഴപ്പമില്ല, പെയിൻറ്റോ കാര്യമോ വുഡൊക്കെ ഒരു നോർമൽ ഉണ്ട്. അത് ചെറിയ പൈസക്ക് വണ്ടി എടുത്തിട്ട് ഈ രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ആൾട്രേഷനൊക്കെ ചെയ്ത് മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് നമുക്ക് വൃത്തിയാക്കാൻ നല്ലൊരു മൈൻഡിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓൽക്കൊക്കെ ഒരുപാട് കാലം യൂസ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റിയ നല്ലൊരു മുതലാണ്. പെയിൻറ്റ് കാര്യങ്ങളൊന്നും പ്രശ്നം. ആ ബോണറ്റിൻ്റെ ആ 2 ഫെൻഡറും പെയിൻ്റ് എടുക്കണം, 4 ഡിസ്കോടും പെയിൻ്റ് അടിച്ച് അടിപൊളിയായി. വുഡും നോർമലാണ്, കുഴപ്പമില്ല. ബാക്ക് സീറ്റ് കുഴപ്പമില്ല. സീറ്റ് കവറും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. അതേമാതിരി ഡോറ് നോക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ല, തുരുമ്പോ കാര്യമൊന്നുമില്ല. ഇവിടുത്തെ ഫ്ലോർ നോക്കുകയാണെങ്കിൽ അതും കുഴപ്പമില്ല, അതായത് തുരുമ്പില്ല. നമ്മൾ ചവിട്ടിയിട്ടും ഇതാക്കിയിട്ടും ഒക്കെ സാധനങ്ങൾ വെച്ചിട്ടൊക്കെ അല്ലേ പെയിൻറ്റ് പോയി എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സെറ്റാണ്. അപ്പോൾ അങ്ങനെ നോക്ക്, ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റോക്കാട്ടോ, ഫുള്ള് സ്റ്റോക്കാണ്. മാറ്റും കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ വണ്ടി കിട്ടി അതേപോലെ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുക. കാരണം വർക്ക് എടുക്കാൻ താല്പര്യമില്ല ഒരുപാട് ആൾക്കാരുണ്ട്. ഓൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതാണ്. MDIൻ്റെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഒന്നും പറയാനില്ല. ഇങ്ങനെ പോകണം. ഈ മടുകാടൊന്ന് കാണിച്ചിട്ട് 4 മടുകാടൊന്ന് കാണിച്ചെടുത്തു. ഇവിടെ നിന്ന് തുരുമ്പ് പറഞ്ഞ സാധനം കേട്ടോ, ബോഡിയൊക്കെ അടിച്ചുണ്ടാക്കിയ ബോഡിയാണ്. പിന്നെ അങ്ങനെ പോരുകയാണെങ്കിൽ ഇതാ ഇവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് വൃത്തിയാക്കാണ്ട് ഇങ്ങനെ ചെറിയ മേജറായിട്ടുള്ള തുരുമ്പോ മേജറായിട്ടുള്ള മെക്കാനിക് വർക്കോ ഇലക്ട്രിക് വർക്കോ ഒന്നുമില്ല. നമ്മൾ പരമാവധി നമ്മൾ വണ്ടി വർക്ക് എടുത്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങളെ കാണിക്കൽ. പക്ഷേ ടൈം ഇല്ലാത്തതിൻ്റെ പേരിൽ പിന്നെ നമ്മളോട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു, ചെറിയ വണ്ടി കുറച്ച് വർക്ക് പെൻഡിങ് ഇല്ലതായാലും മതി, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഐഡിയക്ക് വർക്ക് എടുക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓൽക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ എഞ്ചിൻ റൂമും സ്റ്റാർട്ടിംഗ് ഒന്ന് കാണിച്ചു തരാം, അതുകൂടെ ഒന്ന് കാണണമല്ലോ. അതായത് ചാവിൻ്റെ കിറ്റ് ഉണ്ടല്ലോ, ചാവി നമ്മൾ തിരിക്കണത്, അത് കുറച്ച് നമ്മളിങ്ങനെ തിരിച്ചാൽ 4 കറങ്ങൽ ഇങ്ങനെ കറങ്ങും. അപ്പോൾ മറ്റേ കൈ കൊണ്ട് പിടിച്ചിട്ട് വേണം തിരിച്ചാൽ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം, ഇലക്ട്രിക് വർക്കാണ്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ അതേമാതിരി തന്നെ ഇവിടെ 2 ഹോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് 2 വൈപ്പറിൻ്റെ മോട്ടർ വെച്ച് കൊടുക്കാണ്ട്, അപ്പോൾ അത് ഫ്രീ ആണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയപ്പോൾ തന്നെ ഇല്ല. അപ്പോൾ അതും നമുക്ക് ചെയ്യണം. അതൊക്കെ ഇതിലില്ലതാണ്. ഒരു 10-15 റുപ്യൻ്റെ മൊത്തത്തിൽ 10-15,000 റുപ്യൻ്റെ ഉള്ളിലുള്ളൊരു വർക്ക് ചെയ്താൽ വണ്ടി ഒന്നും പറയാമല്ലോ. അപ്പോൾ തന്നെ വണ്ടി സ്മൂത്താണ്. പിന്നെ അതേപോലെ തന്നെ പവർ സ്റ്റാരിങ് ഉണ്ടോ വണ്ടിയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ മൈൻഡ് എന്താ വെച്ചാൽ വണ്ടി ജീപ്പൊക്കെ ആകുമ്പോൾ നമ്മൾ ലോറിയൊക്കെ തിരിച്ചണ മാതിരി എട്ടങ്ങാറായിട്ട് തിരിക്കണം എന്നുള്ളൊരു മൈൻഡിലുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ അതൊന്നുമില്ല. അത് ഇല്ലയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടി വന്ന് ഓട്ടി നോക്കിയാലും അറിയാം, ഒരു പവർ സ്റ്റാരിങ്ങും വേണ്ട ജീപ്പിന്. നമ്മളൊക്കെ എത്രയോ ലോങ് ഇങ്ങനത്തെ ജീപ്പ് കൊണ്ട് പോണതാണ്. പിന്നെ അതേപോലെ തന്നെ വണ്ടി വയ്യിൽ നിൽക്കുമോ, വണ്ടി ചൂടായി നിൽക്കുമോ, വണ്ടി ചതിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതുമില്ല. അത് എങ്ങനത്തെ ആൾക്കാരെ വണ്ടി വയ്യിൽ നിൽക്കണമെന്ന് ചോദിച്ചാൽ റേഡിയേറ്ററിൽ വെള്ളം ഉണ്ടാവില്ല ഒന്നെങ്കിൽ,
എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ടുണ്ടാവില്ല, കുറച്ച് എഞ്ചിൻ ഓയിൽ ഉണ്ടാവുള്ളൂ, കറക്റ്റായിട്ട് പാർന്നിട്ടുണ്ടാവില്ല. എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊന്നും നോക്കാതെ ലോങ് കണ്ടിന്യൂറ്റി ഓടുന്ന ആൾക്കാർ വണ്ടി വയ്യിൽ നിൽക്കും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതൊക്കെ നോക്കി ക്ലിയർ ആക്കിയിട്ട് വേണം വണ്ടി എടുക്കാനും കൊണ്ടുപോകാനും കൊണ്ടുനടക്കാനൊക്കെ. അപ്പോൾ അതൊക്കെ കറക്റ്റ് നോക്കിയിട്ട് വേണം വണ്ടി കൊണ്ടുനടക്കാൻ, അല്ലെങ്കിൽ വയ്യിൽ നിൽക്കും. ഞങ്ങളൊക്കെ രാവിലെ ഒരു 10 മണിക്ക് രാത്രി ഒരു 10 മണിക്ക് കയറിയാൽ പിറ്റേന്ന് ഉച്ചവരെ കണ്ടിന്യൂ ആയിട്ട് ഓരോ ചായയും കട്ടൻ ചായയും കുടിച്ച് ഡ്രൈവർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് നമ്മൾ ഡെലിവറി കൊടുക്കാൻ വേണ്ടി പോലുണ്ട്. ഞങ്ങൾ ഇതുവരെ കൊണ്ടുപോയ വണ്ടിയൊക്കെ ഞങ്ങൾ ഓയിലും മാറ്റിയിട്ടും റേഡിയേറ്ററിലൊക്കെ വെള്ളം പറഞ്ഞാൽ അടിപൊളിയായിട്ട് കൊണ്ടുപോയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുവരെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഒരു വണ്ടി പർച്ചേസ് ചെയ്ത് പോന്നപ്പോൾ ഇതേമാതിരി ഒരു വണ്ടി വയ്യിൽ നിന്നു. അപ്പം നിങ്ങളോട് തുറന്ന് പറയുന്നുള്ളൂ, അതെന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ ഒരു 8-9 മാസമായിട്ട് വീട്ടിൽ തന്നെ നിർത്തിയിട്ട വണ്ടിയായിരുന്നു. അതിൽ ഡീസൽ ടാങ്കിൽ കരടും ഇതൊക്കെ ചെളി ഇതൊക്കെ കുടുങ്ങിയിട്ട് ഡീസൽ കൂടെ കരട് കുടുങ്ങിയതുകൊണ്ട് അങ്ങനെ വയ്യിൽ നിന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കാര്യമായിട്ട് നോക്കിയാൽ നല്ല വർക്കും കാര്യങ്ങളൊക്കെ എടുത്ത് നടന്നാൽ ഒരുപാട് കാലം ഒരു മെയിൻ്റനൻസും ഇല്ലാതെ നിങ്ങൾക്ക് സുന്ദരമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയൊരു മുതലാണ് ഇരുമ്പാണ്. അപ്പോൾ ഈ ഇരുമ്പിനെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാനും ഈ ഫീൽഡിലേക്ക് ഇറങ്ങാനുള്ളൊരു കാരണം തന്നെ എനിക്ക് ജീപ്പും വാഹനങ്ങളും ഭയങ്കര ഒരു താല്പര്യം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. നിങ്ങളെപ്പോലെ നല്ല നിങ്ങളിലാറ് കമ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫീൽഡിൽ പിന്നെയും ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എഞ്ചിൻ റൂം ഒന്ന് കാണിച്ചു തരാം. ന്യൂട്രാക്കട്ടോ, ഇറങ്ങി പോകില്ലല്ലോ. ന്യൂട്രായി ചാവിൻ്റെത് ഞാൻ പറഞ്ഞു, നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ജസ്റ്റ് ഒന്ന് നോക്കിക്കോളി. കണ്ടോ, അതിങ്ങനെ മൊത്തം തിരിയാണ്. പിന്നെ ഈ സാധനം ഒന്ന് മാറ്റി കൊടുത്ത ബെറ്ററായി. ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് സംഭവം അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതൊന്ന് സെറ്റാക്കിയാൽ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ എഞ്ചിൻ റൂമൊക്കെ കണ്ടോളൂ, എഞ്ചിൻ റൂമൊക്കെ പക്കയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. കണ്ടോ, പിന്നെ വണ്ടിയിൽ മേജറായിട്ടുള്ള തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, വണ്ടി പക്കേന്. അപ്പോൾ ഫുള്ള് വീഡിയോ കാണുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.